യെസ്. ഇതിന് പരിചയമുണ്ടോ എന്നാ? കണ്ടുപരിചയമുണ്ടോ എവിടെയെങ്കിലും? ഏ ഉണ്ട്. ഓക്കെ, അത് ധാരാളം. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഞാൻ കുറച്ച് ആഷ്ലിനെ കണ്ടിരുന്നല്ലോ. ആഷ്ലിൻ 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 ഷെർലിൻ ഷെർലിൻ. എവിടെ ഷെർലിൻ കണ്ടില്ല കുറച്ച് നേരത്തെ ഷെർലിനെ. ആ, yes. ഗുഡ് ഈവനിങ് സർ. എന്നുണ്ടോ വിശേഷങ്ങളൊക്കെ? വല്ല പരിചയമുണ്ടോ? ഓ പരിചയമുണ്ട്. കുറച്ച് ബോർഡ് പ്രാക്ടിക്കലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നേ. അപ്പൊ ഞാൻ റെക്കോർഡ് വീഡിയോ കണ്ടിട്ടുണ്ട്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, മതി മതി. കഴിഞ്ഞോ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? ആ അത് കഴിഞ്ഞു. മിനിഞ്ഞാന്ന് കഴിഞ്ഞു ബോർഡ് പ്രാക്ടിക്കൽ. ഏതാ നിന്റെ സ്കൂൾ? ഏതാ? നീ അബ്രോഡാണോ നാട്ടിലാണോ അല്ലെങ്കിൽ? ഏതാ സ്കൂള്? ചിന്മയ ചിന്മയ വിദ്യാലയം ഏതാ ഡിസ്ട്രിക്ട്? തൃശ്ശൂര്. തൃശ്ശൂരാണല്ലോ. ഓക്കെ. എറണാകുളമാണ് ഞാൻ വന്നായിരുന്നു എക്സാമിന്. ഞാനേ ഒരു പ്രാവശ്യം ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ എക്സാമിന് പോയിട്ട് നമുക്ക് വൈവേ ഉണ്ടാവൂലേ. വൈവേക്ക് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇതുപോലെ തന്നെ, പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ക്ലാസ്സിലിരിക്കാൻ പോയിട്ട്. അപ്പോൾ വൈവേ ഉണ്ടായിരുന്നു. അപ്പോൾ വൈവേക്ക് ഒരു കുറച്ച് നല്ലൊരു ബോഡി ബിൽഡ് ഒക്കെ ചെയ്തൊരു പയ്യൻ വന്ന് എന്റെ ഫ്രണ്ടിലിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓ ഇപ്പൊ കുറച്ച് സ്ട്രോങ് ആണല്ലോ. ഞാൻ രണ്ട് മൂന്ന് ഫസ്റ്റ് ഞാൻ മോർസാട്ട് ചോദിച്ചെന്നാന്നുള്ളത് വൈവേക്ക്. ഇവനപ്പൊ എന്നെ നോക്കിയിട്ട് ഒന്ന് ഡൗൺ ആയി. അപ്പൊ ഞാൻ ഓ മോർസാട്ട് അറിയില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോ ചെക്കൻ ഡേ കിടക്കുന്ന തല എന്റെ കാലത്ത്. അവനപ്പോഴത്തെ തല ഇറങ്ങി വീണു. ആ ഇത്ര വലിയ പയ്യനാ. ഞാൻ സാധാരണ ലെവലില് ഞാൻ എന്താ കുട്ടികളെ നോക്കും, ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. പക്ഷെ ഇവൻ പരവാക്കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അങ്ങനെ ഞാൻ എന്താ പറയാ മോർസാൾട്ട് ചോദിച്ചു. അവൻ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയപ്പോ ചെക്കൻ തന്നെ എടുത്ത് കിടക്കുന്നു. അതിനുശേഷം ഞാൻ പിന്നെ വൈവേ എന്ന് പറഞ്ഞ ഞാൻ ചോദിക്കില്ല. ഞാൻ പ്രാക്ടിക്കൽ എക്സാമിനർ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നേരെ ചെല്ല, റെക്കോർഡ് നോക്കുക, റെക്കോർഡ് നോക്കി കുട്ടികളെ വിളിക്കും, എന്തെങ്കിലും വിശേഷം ചോദിക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും, ശരിയുടെ പൊക്കോളാൻ പറയും. വൈവേ ഇല്ല. ഇതാണ് എന്റെ വൈവേ എന്ന് പറയുന്നത്. വൈവേ എങ്ങനെ ആണല്ലേ? എങ്ങനെയുണ്ടായി വൈബ്? എങ്ങനെയുണ്ടായി? അല്ല ഞാൻ ഇതുപോലെ ഇപ്പൊ നേരത്തെ മുമ്പ് ഞാൻ വൈബേ ചോദിക്കാൻ പോയിട്ട് ഞാൻ എയറൊക്കെ പിടിച്ചിരുന്നിട്ട് വൈബേ ചോദിക്കും, അങ്ങനെ ചെയ്യാറ്. പക്ഷെ ഇപ്പൊ ഞാൻ എയർ പിടിക്കലൊന്നുമില്ല. നേരെ ചെല്ലേ പിള്ളേർക്ക് മിങ്കിളെ വിശേഷം ചോദിക്കുക. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല സ്വാഭാവികമായിട്ടും എന്താ പറയാ, നിങ്ങളുടെ മാർക്ക് ഞങ്ങളുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. പിന്നെ മാക്സിമം ഇപ്പൊ കെമിസ്ട്രി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ മാർക്കൊന്നും കുറയ്ക്കാറില്ല. ഞാൻ എന്താ പറയാ മാക്സിമം കൂടി ഒരു മാർക്ക് 1 മാർക്ക് കുറയ്ക്കുള്ളൂ. ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും ഞാൻ എല്ലാവർക്കും ഫുൾ എന്താ പറയാ 30 ഔട്ട് ഓഫ് 30 തന്നെ കൊടുത്ത് ഞാൻ പോരാറുള്ളൂ. വെറുതെ നമ്മളെ വെറുതെ പോയിട്ട് ബ്രാക്ക് വാങ്ങിച്ചു പോരുന്നത്. കിടക്കട്ടെ പിള്ളേർക്ക് മാർക്ക്. നിങ്ങൾ വരാറുണ്ടോ അങ്ങനെ? അങ്ങനൊക്കെ മാർക്ക് അറിഞ്ഞു നിങ്ങള്? അല്ല അത് ഓൾറെഡി മാർക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും. മിസ്സിനോട് ചോദിച്ചാൽ മതിയല്ലോ, മിസ് പറഞ്ഞല്ലോ. അത് അപ്പൊ തന്നെ മാർക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോരുള്ളൂ. അവിടെ നിന്ന് മാർക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പോരാൻ പറ്റുള്ളൂ. ഓൺ ദ സ്പോട്ടിൽ മാർക്ക് അറിയാൻ പറ്റും കേട്ടോ. ചോദിച്ചോ, ടീച്ചറെ കുറച്ച് മാർക്ക് കിട്ടുള്ളൂ. ടീച്ചർ ലാബസിനോട് ചോദിച്ചാൽ മതി. ലാബസിന് പറഞ്ഞല്ലോ. ഓക്കെ, മാർക്ക് നമ്മൾ അവിടെ വെച്ചിട്ട് ഓൺ ദ സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്ത ശേഷം മാത്രം അവിടെ പോരാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ പോരാൻ പറ്റില്ല. കാരണം മാർക്കൊക്കെ ഓൺ ദ സ്പോട്ടിൽ അറിയാൻ പറ്റും നമുക്ക് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തോളൂ, ലാബിലൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ട് നോളോണ്ടാ. വൃത്തി മീൻസ് നീറ്റായിട്ട് ഡ്രസ് അല്ല സാർ ഉദ്ദേശിക്കുന്നത്. അവിടെ വരുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഴ്സിനൊക്കെ ഇത് ചെയ്തോളാം. ഒന്ന് പതുക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് എപ്പോ നോക്കിയാലും ചിരിച്ചിരുന്നോളാം അവർ നോക്കിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എത്ര മാസം ചിരിക്കുന്നു അത്രയ്ക്ക് എന്റെ ക്വസ്റ്റ്യൻസിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ് സാധാരണ. ഇപ്പൊ ഞാനൊക്കെ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ ഞാൻ ബയോളജിക്കും പോവാറുണ്ട്, കെമിസ്ട്രിക്കും പോവാറുണ്ട്. അപ്പോ രണ്ട് സിറ്റുവേഷൻ എന്താ ചെയ്യാറുണ്ട് എനിക്കറിയാം. രണ്ട് സിറ്റുവേഷൻ എന്താന്നുള്ളത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ അത് പറയും. ക്വസ്റ്റ്യൻ ചോദിക്കും ചിരിച്ചു കാണിക്കരുത് കേട്ടാ. അത് വേറെ കാര്യം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയാ, അറിയില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് എന്താ പറയാ അറിയില്ല എന്ന് തന്നെ പറഞ്ഞേക്കാം, വിട്ടേക്കാം. ഓക്കെ ബൈ. ഓക്കെ, അപ്പൊ അതൊക്കെ വിട്ടേക്കാം. നമുക്ക് നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രിയിലേക്ക് വരാം. നമുക്ക് യെസ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് യെസ് മക്കളെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. Na2EDTA is used the estimation of hardness of water. Draw the structure of EDTA. What is density? What are the donor atoms in it? Why is called chelating ligands? വേഗം ആൻസർ ചെയ്തോടാ.
വേഗം ആൻസർ ചെയ്യാം. അനന്തു അനന്തുള്ളത് അനന്തു സാർ അനന്തു എന്താണ് സാഡ് ആയിട്ടിരിക്കുന്നത്? ഒന്നുമില്ല. അല്ല, ഞാൻ നിന്നെ ശ്രദ്ധിക്കാതെ ക്ലാസ് തുടങ്ങി തുടങ്ങിയിട്ട് നീ ആകെ സാഡ് ആയിട്ട് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുക. വേഗം ക്വസ്റ്റ്യൻ എഴുതിയെടുക്ക്, ആൻസർ ചെയ്. അനന്ത് 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 കഴിഞ്ഞിട്ട് എന്റെ ബാക്കിൽ ഒരു ബൈജു ഉണ്ടേ. ബൈജു എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഓക്കെ, ബൈജു സാഡ് ആകാൻ പാടില്ല. ബൈജു എപ്പോഴും ഹാപ്പി, ഓൾവേസ് ഹാപ്പി. യെസ് മക്കളെ വേഗം ഔട്ടറാ. അനന്തിന്റെ വലിയ എന്നറിയോ, അനന്ത് സാഡ് ആണെങ്കിലും ബാക്കിലുള്ള ബൈജു എപ്പോഴും ഹാപ്പിയാണ്. ഫാദറിന്റെ പേരായിരിക്കും. എടാ അനന്തു, ഞാൻ നിന്റെ ബാക്കിലുള്ള ബൈജുനെ കളിയാക്കല്ല കേട്ടാ. ഞാൻ എന്റെ പേര് പറഞ്ഞ എന്റെ പേരും ബൈജു തന്നെയാണ്. ഓക്കെ, കുട്ടി ആൻസർ കിട്ടിയല്ലേ? യെസ്, ആൻസറിലേക്ക് പോകാം നമുക്ക്. മക്കളെ ഇല്ല, നമുക്ക് എഡിറ്റ് ചെയ്യാം അല്ലേ? NA2 കിടന്നിട്ട് കുഴപ്പമില്ല, എന്റെ എഡിറ്റ് ചെയ്യേ. മക്കളൊരു കാൻഡിഡേറ്റ് എഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് NA2 എഡിറ്റ് നമ്മൾ പറയാറുണ്ടാ. ഓക്കെ, അപ്പൊ എസ്റ്റിമേഷൻ ഓഫ് വാട്ടറിന് നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ക്വാളിറ്റേറ്റീവ് അനലൈസിന് യൂസ് ചെയ്യുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് EDTA എന്ന് പറയുന്നത്. ദെൻ അതുപോലെ നമുക്ക് വാട്ടർ ഹാർഡ്നെസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് EDTA എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോളേ. യെസ്, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് EDTA. വരച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും അല്ലെ? വരച്ചു കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? കണ്ടിട്ടുണ്ടായിരിക്കും മക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ EDTA എന്ന് പറഞ്ഞതേ നമുക്കറിയാം എന്താ പറയുക, നമ്മുടെ കീലേറ്റ് ലിഗാൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് പറയുന്നത് നമുക്ക് EDTA എന്ന് പറയുന്നത് കേട്ടോ. കീലേറ്റ് ലിഗാൻസ് അല്ലെ, അതായത് രണ്ട് സൈഡിൽ നിന്ന് എന്തുണ്ട്, നമ്മുടെ ഡോണർ ആറ്റത്തെ ബോണ്ട് ചെയ്യുന്നുണ്ട് കീലേറ്റ് ലിഗാൻസ്. റിംഗ് സ്ട്രക്ചർ ആയിരിക്കുള്ളൂ, അതായിരിക്കും നമുക്ക് റിംഗ് സ്ട്രക്ചർ ആണ് കീലേറ്റ് ലിഗാൻസ്. പിന്നെ അതെന്താ പറയാ, നമുക്ക് കീലേറ്റ് ലിഗാൻസ് പറയുമ്പോൾ ഡൈഡെൻഡേറ്റ്സും പോൾഡെൻഡേറ്റ്സും ലിഗാനും കൂടെ കൂടിച്ചേർന്ന ലിഗാൻസ് ആണ് ഇത് പറയുന്നത് നമ്മള് നമ്മുടെ കീലേറ്റ് ലിഗാൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒരാളാണ് നമ്മുടെ EDTA എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ സർ സർ ആരുഷേ, എന്താണ് ഡെന്റിസിറ്റി? എനിക്ക് ആരുഷിനെ അറിയാലോ. എടാ നീ ലിറ്റിൽ ഹാർട്ട്, ഞാനെന്താണ് ആലോചിക്കുന്നത്, ഇതല്ല പരിചയമുണ്ട്. ഏതായാലും 9th മാണിക്കോ അല്ലല്ല, പേൾ അല്ലേ? യെസ്, ഓക്കെ 9th പേൾ. ഓക്കെ, ഞാനൊരു 9th പഠിപ്പിച്ചിട്ടുണ്ട്. ഇവൻ എന്റെ സ്റ്റുഡന്റ് ആണ്. ഓൺലൈൻ സ്റ്റുഡന്റ്, ഓഫ്ലൈൻ സ്റ്റുഡന്റ്. സ്കൂൾ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, യെസ് പറഞ്ഞ ആരുഷേ, എന്താ ഡെന്റിസിറ്റി? ഇവിടുത്തെ ചോദിക്കുന്നത് വാട്ട് ഈസ് ഡെന്റിസിറ്റി ചോദിച്ചിരിക്കുന്നത്. സാറ് ചോദിച്ചത് വാട്ട് ഈസ് ഡെന്റിസിറ്റി എന്നാണ് ചോദിച്ചത് കേട്ടോ. എന്താണ് ഡെന്റിസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഡെന്റിസിറ്റി? വെരി ഗുഡ്. ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് അല്ലേ, വ്യത്യാസമൊന്നും ഇല്ല അല്ലേ? വാട്ട് ഈസ് ഡെന്റിസിറ്റി? വേഗം പറയും, എന്താ ഡെന്റിസിറ്റി? എടാ നമ്മുടെ സ്കൂളിൽ വേറെ ആരും ഇവിടെ ഉണ്ടോടാ? ഓൺലൈനിൽ ഉണ്ടോ? സ്വാഗത് ഇവിടെ ഉണ്ട്, ഇതിലുണ്ടോ? സ്വാഗത് ഇല്ല, സ്വാഗത് കേറിട്ടില്ല. ഇല്ല. ഓക്കെ, യെസ് സാർ. അടുത്ത ഉറപ്പിക്കൂ സാർ. ഫിസ. യെസ് ഫിസ. യെസ്, എന്തെന്താ വിശേഷം? ഗുഡ്. സുഖമായിരിക്കുന്നു പറഞ്ഞേ. സുഖമായിരിക്കുന്നു. യെസ്, ഓക്കെ, ഗുഡ്. അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷവും ഗുഡ് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ആയിട്ടുള്ള ഡിഫറെന്റ് ആണ്. ഓക്കെ, യെസ് പറഞ്ഞ പോലെ എന്താണ് വാട്ട് ഈസ് ഡെന്റിസിറ്റി? അപ്പൊ കോർഡിനേഷൻ നമ്പറോ? വാട്ട് ഇസ് കോർഡിനേഷൻ നമ്പർ? Total number of ligands. എന്താ വ്യത്യാസം ഉണ്ടല്ലോ അപ്പ? വാട്ട് ഇസ് ഡെന്റിസിറ്റി? എക്സാക്ട് ഡെഫിനിഷൻ വേണമല്ലോ. വാട്ട് ഇസ് ഡെന്റിസിറ്റി? മക്കളെ ഹാൻഡ് റൈസ് ചെയ്താ ഡെന്റിസിറ്റി അറിയുന്ന ഹാൻഡ് റൈസ് ചെയ്താ. വാട്ട് ഇസ് ഡെന്റിസിറ്റി? എടാ ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ എന്തോ ഇവിടെ ഒരു ചെറിയൊരു കണക്ഷൻ.
മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. യെസ് സാർ പൊയ്ക്കോ സാർ. റിസാനെ, റിസാനെ വാട്ട് ഇസ് ഡെൻസിറ്റി? Yes, it is the total number of donor atom കേട്ടോ. വ്യത്യസ്ത മനസ്സിലായി, it's the total number of donor atoms bonded with the central metal atom കേട്ടോ. Okay, yes. സാർ അടുത്ത് നമുക്ക് നോക്കാം. യെസ്, അടുത്ത ഉറപ്പിക്കൂ സാർ. മക്കളെ, it is commonly known as chelating ligands. Why? ആരായിരുന്നു? ജിങ്കിളോ? യെസ്, ജിങ്കിളെ. യെസ്, EDT is commonly known as chelating ligands. Why? Jingle. Answer പറയടാ. Yes, വേം പറയ്. EDT is commonly known as chelating ligands. അല്ലെങ്കിൽ എന്താ പറയുക, it is the most important examples of chelating ligands. Why? It is because the polydentate ligand is bonded to a central metal atom. Polydentate bonds അതെല്ലാ ലിഗാൻഡ്സും എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ബോണ്ട് ചെയ്യുന്നുണ്ട്. പോൾഡൻറ്റേറ്റ്സ് ഡൈനൽ ലിഗാൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ബോത്ത് സൈഡിൽ നിന്ന് ബോണ്ട് ചെയ്തിട്ട് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും അല്ലേ? ബോത്ത് സൈഡിൽ നിന്ന് ബോണ്ട് ചെയ്തിട്ട് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും. സോ ദാറ്റ് വൈസ് കോമൺലി നോൺ ആസ് chelating ligand കേട്ടോ. അവിടെ നമ്മൾ പറയുന്ന പേരാണ് chelating ligands എന്ന് പറയുന്നത് കേട്ടോ. യെസ്, നമുക്ക് ആൻസറിലേക്ക് പോകാം. മക്കളെ ആൻസർ നോക്കിയാടാം. സ്ട്രക്ചർ ഇതാണ്, നോക്കി എല്ലാവരുടെയും സ്ട്രക്ചർ ഇതല്ല വന്നിരിക്കുന്നത്. യെസ്, അതായത് നമുക്ക് എന്ത് പറയാ, ഇഡിറ്റിയെ എത്തിലീൻ എന്ന് പറയുമ്പോൾ CH2 ഡൈ അമൈൻസ്, 2 നൈട്രജൻ, ദെൻ ടെട്രാസെറ്റേറ്റ് അല്ലെ, അസറ്റേറ്റ് അയോൺസ് ആണ്. അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ 4 അസറ്റേറ്റ്, CH2CO- 1 2 3 4 അല്ലെ. ഡെൻസിറ്റി വരുന്ന 6 ആണ്. കിട്ടിയിരുന്നോ? ഡെൻസിറ്റി 6 കിട്ടിയിരുന്നോ? എല്ലാവർക്കും കിട്ടിയിരുന്നോ? യെസ്, എടാ കിട്ടിയൊക്കെ സാറിന്റെ അറ്റം നേടാ ഡെൻസിറ്റി കിട്ടിയവരൊക്കെ. യെസ്, ഇനി എന്താ പറയുക, നമുക്ക് വാട്ട് ആർ ദ ഡോണർ ആറ്റംസ് ഇൻ ഇറ്റ് നമുക്കറിയാം അല്ലെ. എന്താ പറയുക, നമുക്ക് ഓക്സിജനും നൈട്രജനും ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം എന്ന് പറയുന്നത്. Then why is it called chelating ligands? നോക്കിയേ എന്താ, it can form ring complex with the central atom, so it is called chelating ligand അല്ലെ. സെൻട്രൽ ആറ്റമായിട്ട് നമുക്ക് ഇതിന്റെ ബോത്ത് സൈഡ് ബോണ്ട് ഫോം ചെയ്തിട്ട് ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറുന്നെങ്കിൽ so it is commonly known as chelating ligands. Okay, then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സർ ബാക്ക് ഒരു മിനിറ്റ്, ബാക്ക് നിന്ന് അടുത്ത ക്വസ്റ്റ്യൻസ് ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റ് അല്ല. യെസ് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വെർണസ് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്, കൊടുക്കണേ മക്കളെ. വാട്ട് ആർ ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വെർണസ് തിയറി? വാട്ട് ആർ ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വെർണസ് തിയറി? വേഗം എനിക്ക് വേണേ. നമ്മൾ ശ്രേയസിനെ നോക്കിയേ. അതിന് അതിന്റെ മുകളിൽ വെരി ഗുഡ് ഈവനിങ് ശ്രേയസ്. പറഞ്ഞ വാട്ട് ആർ ദ മേജർ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വെർണസ് തിയറി? എന്താണ് ശ്രേയസ് ഇത്? എക്സാം തൊട്ടടുത്ത് നിൽക്കുക, എന്നിട്ട് അറിയില്ലാന്നോ? ബുക്ക് എടുത്തേ, മെറ്റീരിയൽ എടുക്ക്, മെറ്റീരിയലോ ടെക്സ്റ്റ് ബുക്ക് എടുക്ക്. ഫ്രണ്ടിലുണ്ടോ കയ്യില്? എടുക്ക്, ഒന്ന് വായിച്ചേ. വെർണസ് തിയറി ഒന്ന് വായിച്ചേ വേഗം. എവിടെയെന്ന് അറിയോ അതൊക്കെ? മെറ്റീരിയൽ എവിടെയെന്ന് അറിയോ? ഇത് അടികൊള്ളാണ് നിനക്ക് എന്റെ അടുത്ത്. ഇവൻ അബ്രോഡാന്നല്ലോ സാർ? ആ, അത് രക്ഷപ്പെട്ടു. നാട്ടിലാണെങ്കിൽ വീട്ടിലൊന്നും അല്ലേ ഇതിന്റെ. വേഗം എടുക്ക്. അതൊന്നും അറിയില്ല അവൻ എവിടെയെന്നുള്ളത്. അവനെ ഭാഗം നോക്കിയിട്ട് പോലില്ല തോന്നുന്നു അല്ലടാ. എടാ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആടാ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. വെർണസ് തിയറി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 5-8 വർഷമായിട്ട് വന്നിട്ടില്ല കേട്ടാ. എല്ലാ വർഷവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വെർണസ് തിയറി. വേം പഠിച്ചോ ശ്രേയസേ, വേം പഠിക്കും. ഇപ്പൊ ക്വസ്റ്റ്യൻ ആയിട്ട് വരും കേട്ടോ. വേം പഠിക്കും. സാർ അടുത്ത സാർ ഷാനോണേ. യെസ്, വെർണസ് തിയറി പറഞ്ഞ വെർണസ് തിയറി. വാട്ട് ആർ ദ മേജർ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വെർണസ് തിയറി?
അടിപൊളി, എല്ലാം കണക്കാണല്ലോ. യെസ് സാർ, നമുക്ക് ആൻസർ കൊടുക്കാം കേട്ടോ. ഇതിന്റെ സാർ ആൻസർ വരുന്നുണ്ട്, നോക്കിക്കോളൂ. കൊടുത്തത് നോക്കാം. The important point postulates of Werner's theory. Every metals, മക്കളെ ഇപ്പൊ തന്നെ പഠിച്ചോ കേട്ടോ. Every metal has a two type of valencies, primary valency and secondary valency. Primary valency is ionizable, while secondary valency is non-ionizable. First point അതാണല്ലേ. പ്രൈമറി വാലൻസി നമുക്ക് എന്തുണ്ട്, നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് എടുക്കണമെങ്കിൽ രണ്ട് വാലൻസി ഉണ്ട്. ഒന്ന് പ്രൈമറി വാലൻസിയും രണ്ടാമത് സെക്കൻഡറി വാലൻസി. ശ്രേയസ് ഇവിടെ ശ്രദ്ധിച്ചോളാം, ബുക്ക് നോക്കിയിരിക്കേണ്ട. പ്രൈമറി വാലൻസി ഉണ്ട്, സെക്കൻഡറി വാലൻസി ഉണ്ട്. അതിൽ പ്രൈമറി വാലൻസി അയോണൈസബിൾ ആണ്, സെക്കൻഡറി വാലൻസി നോൺ അയോണൈസബിൾ ആണ്. അപ്പൊ തന്നെ പഠിച്ചോളൂ കേട്ടോ. സെക്കൻഡ് വൺ, primary valence is denoted by dotted lines, while secondary valence is denoted by thick lines. Primary valence dotted line ആയിട്ട് മറ്റേത് thick line ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. Primary valence give the oxidation state of the metals. നമ്മൾ എന്താ പറയാ, നമ്മുടെ സെൻട്രൽ മെറ്റൽ ആയിട്ട് എടുക്കണേ, സെൻട്രൽ മെറ്റൽ ആയിട്ട് ഒരു സ്പെസിഫിക് ഓക്സിഡേഷൻ നമ്പർ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. പ്രൈമറി വാലൻസ് എന്തായിരിക്കും, നമുക്ക് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കുള്ളൂ. While secondary valence give the coordination number of the metals, അതായത് ആ മെറ്റലിന്റെ കോർഡിനേഷൻ നമ്പർ സെക്കൻഡറി വാലൻസി ആയിരിക്കുള്ളൂ. പ്രൈമറി വാലൻസ് എന്തായിരിക്കും, നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കുള്ളൂ കേട്ടോ. Then primary valence is always satisfied by negative ions. Primary valence എന്ത് പറയാ, അയണൈസബിൾ ആയതുകൊണ്ട് നെഗറ്റീവ് ചാർജ് ആയിരിക്കുള്ളൂ. സെക്കൻഡറി വാലൻസി എന്ത് പറയാ, നോൺ അയണൈസബിൾ ആണ്, പക്ഷേ സംടൈംസ് അത് ന്യൂട്രൽ ആകാറുണ്ട്, നെഗറ്റീവ് ചാർജ് വരാറുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് എന്തുണ്ട്, എവറി മെറ്റൽ ഹാസ് എ ഫിക്സ്ഡ് നമ്പർ ഓഫ് സെക്കൻഡറി വാലൻസി. എല്ലാ മെറ്റൽസും എന്തുണ്ട്, നമുക്ക് ഒരു ഫിക്സ്ഡ് നമ്പർ സെക്കൻഡറി വാലൻസി ഉണ്ട്. ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദിസ് റിക്വയർമെന്റ്സ് സം നെഗറ്റീവ് അയോൺസ് മേ പെർഫോം ഡ്യുവൽ ക്യാരക്ടർ. They act as a primary and secondary valence in the simultaneously. അതായത് ചില എലമെന്റ്സ് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഇപ്പൊ ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ, ക്ലോറിൻ ബ്രോമിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് പ്രൈമറി വാലൻസിലും സെക്കൻഡറി വാലൻസിലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചാർജ് എടുക്കാറില്ലേ, നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിഡേഷൻ നമ്പർ എടുക്കുമ്പോൾ എന്താ പറയാ, ഇൻസൈഡ് ദ കോർഡിനേഷൻ സ്ഫിയറിൽ നമ്മൾ നെഗറ്റീവ് വരാറുണ്ട്, ഔട്ട്സൈഡ് നമുക്ക് എന്ത് വരാറുണ്ട്, നെഗറ്റീവ് വരാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് the primary valencies are not directional, while secondary valencies are directional, so they are directed by some fixed position and space. Then since secondary valency is a directional, coordination compound have a definite geometry and they show isomerism. Secondary valency directional ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ട്, ഈ സെക്കൻഡറി വാലൻസി ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ജിയോമെട്രിയും ഐസോമെറിസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ മേജർ പോസ്റ്റുലേറ്റ്സ് ഓഫ് വെർണേഴ്സ് തിയറി. മക്കളെ വെർണേഴ്സ് തിയറി എന്തായാലും ചോദിക്കൂ കേട്ടോ, ഉറപ്പാണ്. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കുള്ളൂ, റൈറ്റ് എനി 3 or 4 points of the Werner's theory. വെർണേഴ്സ് തിയറിയുടെ 4-5 പോയിന്റ്സ് എഴുതാൻ പറയും, 3-4 പോയിന്റ്സ് എഴുതാൻ പറയും. അതിന്റെ അടിയിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കോർഡിനേഷൻ കോമ്പൗണ്ട് തരും, ആ കോർഡിനേഷൻ കോമ്പൗണ്ട് നെയിം കൊടുക്കാൻ പറയും. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ടിന് നെയിം കൊടുക്കാൻ പറയും. 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ABC അങ്ങനെ വരിക. എയിൽ വെർണേഴ്സ് തിയറി, ബി ആയിട്ട് ഏതെങ്കിലും കോർഡിനേഷൻ കോമ്പൗണ്ട് വരും, നെയിം എഴുതാൻ പറയും. സി ആയിട്ട് വരുന്നത് വാട്ട് ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഓഫ് VBT. VBTയുടെ മേജർ ലിമിറ്റേഷൻസ് കണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് 3 കോൺസെപ്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക കേട്ടോ. ഫസ്റ്റ് വെർണേഴ്സ് തിയറി, രണ്ടാമത്തത് നെയിമിംഗ് ആയിരിക്കുള്ളൂ, ഏതെങ്കിലും കോർഡിനേഷൻ കോമ്പൗണ്ട് തരും, അതിന്റെ നെയിമിംഗ് കൊടുക്കും. Then third one വരുന്നത് write the limitations of VBT. What are the major limitations of VBT? So ഞാൻ ക്വസ്റ്റ്യൻ പോവുകയാണ്. അപ്പോ what are the major limitations of VBT? എന്താണ് ഷെർലിനെ, what are the major limitations of VBT? സ്ട്രോങ് ഫീൽഡ്, വീക്ക് ഫീൽഡ്, which one? സ്ട്രോങ് ഫീൽഡ്, വീക്ക് ഫീൽഡ് എന്താണ്, ലിഗാൻസ്. ഓക്കെ, സ്ട്രോങ് ഫീൽഡ്, വീക്ക് ഫീൽഡ്, ഇലക്ട്രോലൈറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്ട്രോങ് ഫീൽഡ്, വീക്ക് ഫീൽഡ്, ലിഗാൻഡ് സ്പെസിഫൈ ചെയ്യണം കേട്ടോ. അറിയാലോ, എനിക്ക് സ്പെസിഫിക്കേഷൻ വേണം. ഓക്കെ, യെസ്, സ്പെസിഫൈ ചെയ്തിരിക്കണം. പറഞ്ഞോ, സ്ട്രോങ് ഫീൽഡ്, വീക്ക് ഫീൽഡ്, ലിഗാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ലിമിറ്റേഷൻസ് നമ്മൾ 5 ലിമിറ്റേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പിന്നെ ഏതാ, മക്കളെ ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വേഗം വായിച്ചു പഠിച്ചു, വേഗം ക്വസ്റ്റ്യൻ ചോദിക്കും. വേഗം പറയും. സ്ട്രോങ് ഫീൽഡ്, വീക്ക് ഫീൽഡ്, ലിഗാൻഡ്. ആ രണ്ടും കൂടെ മിക്സ് ആയി പോയിരുന്നോ? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഷെർലിനെ രണ്ടും കൂടെ കൂടിയിട്ടാണ് ക്വസ്റ്റ്യൻ വരിക നമുക്ക് കേട്ടോ. കാരണം VBTയും വെർണേഴ്സ് തിയറിയും ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, VBTയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, VBTയുടെ മെയിൻ ആയിട്ടുള്ള ഡിമെറിറ്റ്സ്, ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ അസംപ്ഷൻസ് ആണ് കുറെ. എക്സ്പ്ലെയിൻ ക്വാണ്ടിറ്റേറ്റീവ് മാഗ്നറ്റിക് ബിഹേവിയർ, ക്വാളിറ്റി പറഞ്ഞിട്ടില്ലേ,
ക്വാളിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? പാരാമാഗ്നറ്റിക് ആകാം, ഡയമാഗ്നറ്റിക് ആവാന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് മാഗ്നറ്റിക് ബിഹേവിയർ കേട്ടാ. എന്താണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മാഗ്നറ്റിക് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഇതിനകത്ത് എന്താ ലോട്ട് ഓഫ് അസംഷൻസ് ആണ്, ശരിയല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ സ്ട്രോങ് ഫീൽഡ് വീക്ക് ഫീൽഡ് ലിഗാൻഡിനെ കുറിച്ച് എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ പ്രൊവൈഡ് മീൻസ് ഐഡിയാസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒപ്റ്റിക്കൽ ക്യാരക്ടർ ഡിസ്കസ് ചെയ്യാത്തതായിരുന്നു. ഏത് ഒപ്റ്റിക്കൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ ഐസോമറിസം? ഒപ്റ്റിക്കൽ ഐസോമറിസം അല്ല റിലേറ്റഡ് ആയിട്ട് പിന്നെ അടുത്ത് എന്താ നമുക്ക് വേണ്ടത്? പിന്നെ ഒന്നും കൂടെ ഉണ്ടല്ലോ, എന്തുട്ടായിരുന്നടാ? ഞാൻ ചോദിക്കട്ടെ, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഏതായിരുന്നു? എന്താണ് ഷെർലിനെ, എന്റെ എക്സ്പെക്ടേഷൻ പോയല്ല. മെറ്റൽ ലിഗാൻഡ് അല്ലല്ല, ഡി ബ്ലോക്ക് എലമെന്റ്സ് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഡ്രോയിങ് കളേർഡ് കോംപ്ലക്സ്. യെസ്, കളേർഡ് കോംപ്ലക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? അതൊക്കെ ഓക്കെ, അതൊക്കെ വിട്ടേക്കു. കളേർഡ് കോംപ്ലക്സ് എങ്ങനെ ഫോം ചെയ്യുന്നതിനെ കുറിച്ച് VBT ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ ദീസ് ആർ ദ മേജർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് VBT. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കാടാ. ഓക്കെ മക്കളെ ശ്രദ്ധിക്കാം. VBTയുടെ ഡിസഡ്വാൻറ്റേജസ്, അതായത് എന്താ പറയാ, നമുക്ക് VBTയിൽ ഒന്നാമത്തെ കാര്യം ലിമിറ്റേഷൻസ്. അത് പറയണ സാറ് അസംഷൻസ് ആയിരുന്നു. ഓക്കെ, ഇന്റർപ്രിട്ടേഷൻസ് എന്തായിരുന്നു? അസംഷൻസ് ആയിരുന്നു. രണ്ടാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നിന്നുണ്ട് നമ്മുടെ വീക്ക് ഫീൽഡ് സ്ട്രോങ് ഫീൽഡിനെ കുറിച്ചുള്ളൊരു എന്താ പറയാ നമുക്കൊരു ഐഡിയാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ മാഗ്നറ്റിക്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് മാഗ്നറ്റിക് ബിഹേവിയറിനെ കുറിച്ചുണ്ടായിരുന്ന ഐഡിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിന്നുണ്ട് നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ലാസ്റ്റ് വൺ. സാർ വേണമെങ്കിൽ എന്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ഒന്ന് പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. അത് നോട്ട് വെച്ചോളേ. സാർ കാര്യം ചെയ്ത് സാർ സ്ലൈഡ് ഒന്ന് നമ്മുടെ ഇതല്ല ക്ലാസ് സ്ലൈഡ് എടുത്തിട്ട് പോകാം. സ്റ്റഡി സർക്കിൾ മറന്നുപോലെയായിട്ട് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെയാണ് ചാപ്റ്ററിന്റെ എന്താ പറയാ കോർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കൂക്കോ അടിയേക്കോ slide number 28. Yes, that one. Yes. കൊടുത്തോ? കാണിക്കണം പറ്റില്ലേ? Yes, മക്കളെ, limitations എന്താ? It involve number of assumption. It does not give a quantitative interpretation of the magnetic behavior. Then does not explain the color exhibited by the coordination compound. Does not give the quantitative interpretation of the thermodynamic and kinetic stabilities of coordination compound. കണ്ടില്ലേ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് വെച്ചോ എവിടെയെങ്കിലും കേട്ടോ. ലിമിറ്റേഷൻസ് കേട്ടോ. BBT എന്ന് ചോദിക്കാറില്ല. BBT ആപ്ലിക്കേഷനും ലിമിറ്റേഷൻസും കേട്ടോ. അപ്പൊ സാർ കാര്യം ചോദിക്കട്ടെ, നോട്ട് ചെയ്തൊക്കെ എവിടെയെങ്കിലും. എന്റെ കുഞ്ഞുങ്ങളെ ഇതൊന്നും മിസ് ചെയ്യല്ലേ. കോർഡിനേഷൻ ചാപ്റ്റർ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. നെയിമിങ്ങും ഈ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക കേട്ടോ. എപ്പോഴും റിപ്പീറ്റഡ് ആണ്. യെസ്, എന്തൊക്കെയാണ് നമുക്ക് ഇറ്റ് ഇൻവോൾവ് നമ്പർ ഓഫ് അസംപ്ഷൻ. നമ്മൾ എന്താ പറയാ കംപ്ലീറ്റ് അസംപ്ഷൻസ് ആണ് VBTയിൽ പറയുന്നത്. അല്ലാതെ എന്താ പറയാ ഒരു പ്രാക്ടിക്കലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഒന്നും പറയുന്നില്ല. ക്വാളിറ്റേറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ. Then does not give the quantitative interpretation of magnetic behavior. അതായത് പാരാമാഗ്നറ്റിക് ആണ് ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ എന്താ പറയാ നമുക്ക് അതിന്റെ വാല്യൂസോ സ്പിൻ ഓൺലി ഫോർമുലേഷനുള്ള വാല്യൂസോ അതൊന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ സാർ ചോദിക്കട്ടെ, എന്താ സ്പിൻ ഓൺലി ഫോർമുല? 1 മാർക്ക് ക്വസ്റ്റ്യൻസാ. സ്പിൻ ഓൺലി ഫോർമുല ഓക്കെ സർ ആൽഡ്രിച്ച് എന്താ സ്പിൻ ഓൺലി ഫോർമുല? Mu is equal to root n into n plus 2 ട്ടാ. മക്കളെ ഇതാണ് മ്യൂ എന്താ പറയാ നമ്മുടെ സ്പിൻ ഓൺലി ഫോർമുല കേട്ടാ. മാറിപ്പോകരുത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സ്പിൻ ഓൺലി ഫോർമുല. അതായത് നമ്മുടെ മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കുകയാണ്. മോനെ യൂണിറ്റ് ഏതാടാ?
ഡിബേ ഡിബേ കേട്ടാ, ഡിബേ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ, മാറിപ്പോകരുത്. സോ അപ്പോ ഇതിന്റെ എന്താ പറയുക ലിമിറ്റേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, ലിമിറ്റേഷൻ പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ, മാറിപ്പോകരുത്, മറന്നു പോകരുത്, ലിമിറ്റേഷൻസ് ഉണ്ടാ. യെസ്, അപ്പോ നമ്മുടെ ബെർണേഴ്സ് തിയറിയും കിട്ടി, ലിമിറ്റേഷൻ കിട്ടിയില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അവിടെ. ബെർണേഴ്സ് തിയറി, ലിമിറ്റേഷൻസ് ഉണ്ടാ, മാറിപ്പോകരുത്. യെസ് സാർ, നമ്മുടെ സ്ലൈഡിലേക്ക് വന്നു. നമ്മുടെ സ്ലൈഡിലേക്ക് വന്നു. ഓക്കെ മക്കളെ, അപ്പൊ ബെർണേഴ്സ് തിയറിയുടെ പോസ്റ്റുലേഷൻസ് സെറ്റ് അല്ല എല്ലാവർക്കും? ഓക്കെ അല്ലേ? പഠിച്ചില്ല എല്ലാവരും? അത് പഠിച്ചു വെച്ചോളണം. അപ്പൊ ബെർണേഴ്സ് തിയറി വരുമ്പോഴേ ബെർണേഴ്സ് തിയറി ഉണ്ടായിരിക്കും, ഒരു നെയിമിംഗ് ഉണ്ടായിരിക്കും, ഒന്നില്ലെങ്കിൽ ബി ബീറ്റർ അപ്ലിക്കേഷനോ ലിമിറ്റേഷനോ. എന്താണ് ബി ബീറ്റർ അപ്ലിക്കേഷൻ? എന്താ ബി ബീറ്റർ അപ്ലിക്കേഷൻ? എന്താ പഠിച്ചു കഴിഞ്ഞ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണ് നിങ്ങളൊക്കെ. എന്താ അപ്ലിക്കേഷൻസ്? എന്താ ബി ബീറ്റർ അപ്ലിക്കേഷൻസ് എന്തായിരുന്നു? എന്തൊരു ബുക്കാ മറിക്കുന്ന സ്പീഡ് ആയിട്ടുണ്ടെങ്കിൽ ഓടുപോലെ. ഇപ്പൊ ബുക്ക് മറിക്കുന്ന സ്പീഡ് ഭയങ്കര സ്പീഡിലാണ് ബുക്ക് മറിക്കുന്നത്. സാർ ബുക്ക് സാർ എന്താ മിന്ന? യെസ് പറഞ്ഞ മോനെ, അതെന്താ അറിയാത്തത്? എന്താ മിന്ന? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും പഠിച്ചില്ലേ കോർഡിനേഷൻ കോമ്പൗണ്ടില്? യെസ് സാർ, അടുത്ത ബുക്ക് സാർ. പ്രണവേ യെസ് മോനെ പറഞ്ഞോടാ, എന്താണ് അപ്ലിക്കേഷൻസ്? എന്തോ അതെന്താ നോക്കാത്തത്? ബി ബി ടി എന്താ അറിയോ നിങ്ങൾക്ക്? വാൻസ് ബോണ്ട് തിയറി പഠിച്ചോ? നമ്മുടെ ഷാരോണ പൊക്കെ സാർ, ഷാരോണ വെറുതെ ഇരിക്കൂ. ഷാരോണ അവിടെ, ഷാരോണേ ഏത് ഇത്? ഞാൻ പറഞ്ഞ ഈ ഷാരോണാണോ? എന്താ? ഞാൻ ഈ ഷാരോണിനെ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഷാരോണാണ് പറഞ്ഞത്, നമ്മുടെ സ്വന്തം ഷാരോൺ. ഷാരോണേ പറയണ എന്താണ് ആപ്ലിക്കേഷൻസ്? അതേതുപോലെ സാറിന് പറ്റും ബുക്ക് നോക്കി പറയാനായിട്ട്? അത് വേണ്ടല്ലോ, അത് പറയും. ഈ സേഫ് സാധനം മതി, നോക്കാതെ പറയാ. ആപ്ലിക്കേഷൻസ് കുറച്ച് അധികം ഉണ്ട്. അതൊക്കെയാണ് ആപ്ലിക്കേഷൻസ്. ബുക്കിലേക്ക് നോക്കരുത്, ബുക്കടച്ചേക്ക് അടി. അതൊക്കെ നടന്നോട്ടെ, അതൊക്കെ നടന്നോളൂ അവിടെ. ആപ്ലിക്കേഷൻ യെസ്. ഏതാ? അടിപൊളി. എടാ മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കാനായിട്ട് അത് യൂസ് ചെയ്യാറുണ്ട്, ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കാൻ വേണ്ടി ആപ്ലിക്കേഷന്റെ അതിന്റെ ബി ബി ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എന്തുണ്ട്, അതിന്റെ ജിയോമെട്രി, ദെൻ ഷേപ്പ്, ഹൈബ്രിഡൈസേഷൻ, ഇതൊക്കെ ഫൈൻഡ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ബി ബി ടി യൂസ് ചെയ്യാട്ടോ മക്കളെ, ഓർത്ത് വെച്ചോളാം. അതെന്നറിയോ, നമുക്ക് ചില കോംപ്ലക്സ് വരുമ്പോഴേ നമ്മള് എന്താ പറയാ, ലിഗാൻഡ് വന്ന് ചെയ്യുന്ന ടേംസ് സാർ മറന്നു പോലെ പെട്ടെന്ന്. സ്ട്രെങ്ത് ലിഗാൻഡ്, വീക്ക് ലിഗാൻഡും സ്ട്രോങ് ലിഗാൻഡും വരില്ലേ? അപ്പൊ ഇന്നർ ഹൈബ്രിഡൈസേഷനും ഔട്ടർ ഹൈബ്രിഡൈസേഷനും വരുന്നുണ്ട്. സോ ആ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്? ടെട്രാഹെഡ്രലാണോ ഒക്ടാഹെഡ്രലാണോ ഫൈൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് ബി ബി ടിക്ക്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, വീക്ക് ലിഗാൻഡ് സ്ട്രോങ് ലിഗാൻഡ് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടില്ല ബി ബി ടിയില്, വാൻസ് ബോണ്ട് തിയറിയിൽ കേട്ടോ. അത് അതിന്റെ ലിമിറ്റേഷൻസാ. ഞാൻ ചോദിച്ച ആപ്ലിക്കേഷൻസാ. ആപ്ലിക്കേഷൻസിൽ എന്താ പറയുക, നമുക്ക് അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ ഫൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. മാഗ്നറ്റിക് ബിഹേവിയർ. രണ്ടാമത്തത് അതിന്റെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക്? ഒന്ന് മാഗ്നറ്റിക് ബിഹേവിയർ, രണ്ടാമത്തത് ജിയോമെട്രി, ഷേപ്പ്, ഹൈബ്രിഡൈസേഷൻ കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഫൈൻഡ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബി ബി ടി യൂസ് ചെയ്തിട്ട് അതൊക്കെ ആപ്ലിക്കേഷൻസ് വരുന്നതാണ് കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെച്ചോളാം മക്കളെ. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സാർ. നമുക്ക് അതൊക്കെ ഐസോമറിസം. ഇനി ഐസോമറിസം അറിയാം അവർക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ കിട്ടില്ല അവർക്ക്. മക്കളെ നോക്കാം. The octahedral complex CONH3
NH3 6 3 plus is a diamagnetic, while CO F6 3 minus is a paramagnetic. Explain use VB theory. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേ മോഡലിൽ ക്വസ്റ്റ്യൻസ് വേറൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേഗം ആൻസർ കിട്ടിയോ? വേഗം ക്വസ്റ്റ്യൻ ഏത്? ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഒക്ടാഹെഡ്രൽ ആണ് നമുക്കറിയാം. എന്താ പറയാ, ലിഗാൻഡ് 6 ആണ് രണ്ടിലും അല്ലെ. അപ്പൊ ഒക്ടാഹെഡ്രൽ ആണത്. ഫസ്റ്റത്തെ കോംപ്ലക്സ് CONH3 6, അത് ഡയമാഗ്നറ്റിക് ആണ്, മറ്റേത് പാരാമാഗ്നറ്റിക് ആണ്. സോ എക്സ്പ്ലെയിൻ യൂസിങ് VB തിയറി. VBT ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഷാരോണെ, താൻ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യന്റെ റിലേറ്റഡ് ആയിട്ട് ഇത് കേട്ടോ. വേഗമായിക്കോട്ടെ. ഇത് നമുക്ക് കൊബാൾട്ടിന്റെ കൂടെ വന്നിരിക്കുന്ന ഒന്ന് NH3 ആണ്, മറ്റേത് ഫ്ലൂറിൻ ആണ് അല്ലെ. അതിൽ ഒന്ന് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്, മറ്റേത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് കേട്ടോ. വേഗമായിട്ട് ആൻസർ കിട്ടിയവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തോളാം. ആൻസർ വന്ന ആർക്കെങ്കിലും കിട്ടും. കിരണ് ആൻസർ വന്നിട്ടുണ്ട്. കിരണേ, ഗുഡ് ഈവനിങ്. പറഞ്ഞ ഒരു ആൻസർ. അമോണിയ വീക്ക് ലിഗാൻഡ് ആണോ? ഉറപ്പാണോ? എന്താ? അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാതിരിക്കണമെങ്കിൽ എന്തായിരിക്കണം നമുക്ക്? ഏത്? NS. താങ്കൾ എന്താ പറഞ്ഞത്? മാറിപ്പോയി. അതല്ലേ എഴുതി വെച്ചിരിക്കണം അവിടെ? ആണോ? മാർക്ക് പോയോ? മാർക്ക് പോയി. യെസ്, ഓക്കെ. ആൻസർ എന്താ പറയാ, നിന്റെ ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ നിന്റെ അവിടെ എന്തായി മാറിപ്പോയി? അവിടെ സ്ട്രോങ് ലിഗാൻഡ് പറഞ്ഞപ്പോ എന്തിന്റെ അൺപെയറിംഗ് വരണമെങ്കിൽ നമുക്ക് എന്തിന്റെ അൺപെയർഡ് ഇലക്ട്രോൺസിലായിരിക്കണമെങ്കിൽ അവിടെ എന്തായിരിക്കും? നമുക്ക് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കണ്ടേ? ഓക്കെ, മക്കളെ ശ്രദ്ധിച്ചോളെ. ഇവിടെ നമുക്ക് അമോണിയ എന്ന് പറഞ്ഞ അമൈൻസ്, NH3 എന്ന് പറഞ്ഞ അമൈൻസ് ആണ്. അമൈൻസ് നമുക്ക് എന്താ? അമൈൻസ് നമുക്കിവിടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് കേട്ടോ. കിരണ അത് വെട്ടി ശരിയാക്കും കേട്ടോ. ഓക്കെ, യെസ്, ആൻസറിലേക്ക് വന്ന് നമുക്ക് എത്ര പേർക്ക് ആൻസർ കിട്ടിയടാ? എത്ര പേർക്ക് ആൻസർ ചെയ്ത് ഹാൻഡ് റൈസ് ചെയ്തേ? ആൻസറിലേക്ക് ഹാൻഡ് റൈസ് ചെയ്തരാം. സെക്കൻഡ് വൺ നോക്കി സാർ. അൽജോ. യെസ്, അൽജോ ആൻസർ എന്ന് പറഞ്ഞ മോനെ. യെസ്, പറഞ്ഞ ആൻസർ പറഞ്ഞോ. So NH3 forms diamagnetic, whereas fluorine forms paramagnetic. Why? Because the diamagnetic helps in already നമ്മൾ പറഞ്ഞു ammonia amines is strong field ligand, then hence electrons will be joined together, so that why അവിടെ നമുക്ക് എന്തുണ്ടാവും? ആബ്സെൻസ് ഓഫ് അൺപെയർഡ് അല്ലെ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. ഓക്കെ, ജോയിൻ ചെയ്യുമ്പോൾ എടാ അവിടെ അൺപെയർഡ്, അത് ആ വേർഡിനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. ഓക്കെ ഓക്കെ, മക്കളെ ശ്രദ്ധിച്ചോളേം. ആൻസർ സാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. കൊടുത്ത ആൻസർ നമുക്ക് നോക്കാം. അമൈൻസ്, അമോണിയ അല്ല, അമൈൻസ്. അമൈൻസ് ഇസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആൻഡ് hence electron pairing occurs. So there is no unpaired electrons. മക്കളെ ഇത് അവിടെ വേണം പേപ്പറിൽ ഇടാം. There is no unpaired electrons ഇടാം. ഇത് വേണേ. അതായത് നമ്മുടെ മാഗ്നറ്റിക് ക്യാരക്ടർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബിഹേവിയർ ഓൾവേസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പെയറിംഗ് ആൻഡ് അൺപെയർ അല്ലെ. നമ്മൾ എപ്പോഴും മാഗ്നറ്റിക് ബിഹേവിയർ എന്തിനാ ഡിപ്പെൻഡ് ചെയ്താ പറയുന്നത്? നമുക്ക് മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത് അവിടുത്തെ പ്രസൻസ് ഓഫ് പെയർ ആൻഡ് അൺപെയർഡ് അല്ലെ. പെയറിംഗും അൺപെയർ നോക്കിയാണ് മാഗ്നറ്റിക് ബിഹേവിയർ പറയാ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡയാമാഗ്നറ്റിക് ആണെന്ന് പറയണമെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മളോട് സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. എന്ത് സ്റ്റേറ്റ്മെന്റ്? നോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാ.
ഇത് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് മിസ്സായി പോകരുത്. അപ്പൊ എന്ത് ചെയ്തോളണം, അവിടെ ഇത് വേർഡ് വേണം. ഏതാ? നോ അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഓക്കെ, കിട്ടിയോ? അതായത് നമുക്ക് പേപ്പർ വാല്യൂ ചെയ്യുമ്പോഴേ എന്താ പറയാ, നമുക്ക് ഉണ്ടാവുന്ന ആൻസർ കീയിൽ ഉണ്ടാവുന്ന വേർഡ് ഇത്രേ ഉണ്ടാവുള്ളൂ. NH3 സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്, അൺപെയ്ഡ് ഇലക്ട്രോൺസ്, ഡയാമാഗ്നറ്റിക്, ഇത്ര ഈ 3 കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കി എന്താ പറയാ, ഈ കാര്യങ്ങൾ ഉണ്ടോ നോക്കുക, പേപ്പറിൽ നോക്കുക. അതുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് വരുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോളണം, അതവിടെ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, നോക്കുക അടുത്തത്. വൈൽ CO F6 3- is a weak field ligand and hence electron pairing does not occur, so there is unpaired. കണ്ടോടാ മോനെ, നമുക്ക് ഈ വേർഡും അൺപെയ്ഡ് കേട്ടാ, അതും വേണം. ഓക്കെ, എടാ സാർ തമാശ പറയുന്നല്ല, ജോക്കല്ല, ഈ കാര്യങ്ങളൊക്കെ അവിടെ വേണം കേട്ടോ, മസ്റ്റ് ആയിട്ട് കേട്ടാ. നിങ്ങള് എത്രമാത്രം വലിച്ചു വരെ എഴുതിയിട്ട് കാര്യമില്ല, ഈ പറയുന്ന ടേംസുകൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മാർക്ക് ഉണ്ടാവില്ലേ? ഓക്കെ, യെസ്. സോ ഇലക്ട്രോൺസ് ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് എ പാരാമാഗ്നറ്റിക്. അവിടെ എന്തായിട്ട് മാറുന്നത്? പാരാമാഗ്നറ്റിക് ആയിട്ട് ബിഹേവിയർ കാണിക്കുന്നുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോളേ. ആ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും വീക്ക് ഫീൽഡ് ലിഗാൻഡും മക്കളെ, ഈ പറയുന്ന സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും വീക്ക് ഫീൽഡ് ലിഗാൻഡിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ആര് മെൻഷൻ ചെയ്തിട്ടില്ല? BBT മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അത് അതിന്റെ ഒരു എന്തായിട്ട് മാറും, നമുക്ക് അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. സോ പക്ഷെ നമ്മൾ BB തിയറി അനുസരിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിരോധാഭാസം എന്ന് പറയില്ല, ലൈക്ക് ദാറ്റ്. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. ഒരു മിനിറ്റ്, ഞാൻ ഫസ്റ്റ് അയച്ച സ്ലൈഡ് കേട്ടോ. ദാറ്റ് മീൻസ് ഫസ്റ്റ് അയച്ച ഷെർലിനെ അവിടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സാർ അതെടുത്തു. ഷെർലിനെ എടാ അതാ പറഞ്ഞത്. അതായത് പറയാം, ആ ഡയാമാഗ്നറ്റിക് ബിഹേവിയറും പാരാമാഗ്നറ്റിക് ബിഹേവിയറും പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടില്ല? BBക്ക് പറ്റിയിട്ടില്ല. BB തിയറി അനുസരിച്ച് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. മനസ്സിലായോ? ഇല്ല, വരയ്ക്കേണ്ട, വരച്ച തെറ്റും. വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടാ. കാരണം ആ BB തിയറിയുടെ എന്താണ് ഡിസഡ്വാൻറ്റേജ് അല്ലത്, ലിമിറ്റേഷൻ അല്ലേ? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലിഗാൻഡ് പ്രസന്റ്. അതായത് കൂടെ ഉള്ള ലിഗാൻഡ്സ് ഡിപ്പെൻഡ് ചെയ്യും നമുക്കത്. അതിന്റെ സ്ട്രെങ്ത് മാറിക്കൊണ്ടിരിക്കും. ഇല്ല, ഈ ക്വസ്റ്റ്യനിൽ അതൊന്നും നോക്കണ്ട. കാരണം അറിയാം, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് BB തിയറി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലേ. BB തിയറിൽ ഇത് പോസിബിൾ അല്ല അതൊന്നും. അതാണ് ആ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയാ, എന്താ എക്സ്പ്ലെയിൻ വിത്ത് BB തിയറി എന്ന് പറയുന്നത് കേട്ടാ. ഓക്കെ, രണ്ടും തന്നെ കേട്ടാ. അതായത് ഡിബേ എന്ന് പറഞ്ഞാൽ D എന്ന് എഴുതാന്നല്ലെങ്കിൽ നമുക്ക് BM എഴുതാം. രണ്ടും തന്നെ കേട്ടാ. ഡിബേ എന്ന് വെച്ചാൽ D, ബോർമാറ്റ് എന്ന് പറഞ്ഞാൽ BM എന്ന് പറയും നമ്മൾ കേട്ടാ. രണ്ടും സ്പിൻ ഓൺലി ഫോമിലേക്ക് യൂണിറ്റ് ആയിട്ട് കൊടുത്തു കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ഓക്കെ ഏട്ടാ, യെസ്. ഇതല്ല സാർ, ഇനി ക്വസ്റ്റ്യൻ തന്നിട്ടില്ലല്ലേ? യെസ് മക്കളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആൻസർ അതുകൊണ്ട് ലാസ്റ്റ് ഫസ്റ്റ് എടുക്കണം. ക്വസ്റ്റ്യൻ നോക്കി എഴുതാന്നോട്. അതല്ല, അതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് അതല്ല, അതില് ക്വസ്റ്റ്യൻ വരുന്നത് എനിക്ക് തോന്നുന്നത് യെസ് 16th സ്ലൈഡിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. കൊടുത്താൽ
Yes, മക്കളെ ക്വസ്റ്റ്യൻ നോക്കാം. For the complex FeH2O6 3+, write the hybridization, magnetic character and spin of the complex. Draw one of the geometrical isomers of the complex PTEN നമുക്ക് അറിയാം ഇതിലെ diamine Cl2 2+, which is optically inactive. യെസ്, വേഗം ക്വസ്റ്റ്യൻ എഴുതാ. ആൻസർ എഴുതിക്കോ, വേഗം വേഗം ആവട്ടെ. വേഗം 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 ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ആൻസറിലേക്ക് പോവാം കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ആൻസറിലേക്ക് പോവാ. വേഗം മ്യൂട്ട് ചെയ്യുന്നു. ഉണ്ടല്ലോടാ, ഒരു 5 times 6 times റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഒരു 6 പ്രാവശ്യം 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോംപ്ലക്സ് മാറ്റിട്ടേ ഉള്ളൂ, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ് കേട്ടോ. കോംപ്ലക്സ് മാത്രം മാറുന്നേ ഉള്ളൂ, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണത്. സോ അതുകൊണ്ട് മക്കളെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ക്വസ്റ്റ്യൻസിൽ കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിട്ട് എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയ സാറിന് ടാറ്റ നേടാ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞ സാറിന് ടാറ്റ തരാം. എഴുതിയെടുക്കാത്തൊരു സ്ക്രീൻഷോട്ട് എടുത്ത ക്വസ്റ്റ്യൻസ് കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി കഴിയാത്തൊരു സ്ക്രീൻഷോട്ട് എടുക്കാം. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ ഒരു ബ്രേക്ക് ടൈം തരികയാണ്. ബ്രേക്ക് ടൈമിൽ ആൻസർ ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാം, നമുക്ക് ബ്രേക്ക് ശേഷം കാണാം. ഓക്കെ, ബ്രേക്ക് ടൈമിൽ ഇതിന്റെ ആൻസർ സെറ്റ് ചെയ്ത് വെച്ചോളൂ എല്ലാവരും കേട്ടോ. ഓക്കെ, അയ്യോ മക്കളെ പോലെ 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 ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെക്ഷൻ ഉണ്ട്. ബ്രേക്ക് അല്ല, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പോവാം നമുക്ക് കേട്ടോ. യെസ്, എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാം. എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തെടുക്കണേ. ക്വസ്റ്റ്യൻ ചോദിക്കാൻ റെഡി ആവണ്ട നമുക്ക്. ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. മനസ്സിലായില്ലേ? മ്യൂട്ടാണോ താങ്കൾ? യെസ് മക്കളെ, ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ശ്രദ്ധ ഹൈഡ് ചെയ്തു, അവർ നോക്കിയിരിക്കും. യെസ്, ഒരു മിനിറ്റ്. അതെ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഉണ്ടായി. നിവേദ്യ, എടാ നമ്മുടെ വാട്ടർ ഹാർഡ്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് ഏതാടാ? വാട്ടർ ഹാർഡ്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് ഏതാ? ET. എന്താ ET ഫുൾ ഫോം എന്ന് പറയടാ? അബ്രിവിയേറ്റഡ് ഫോം എന്ന് പറഞ്ഞ ET Ria. Yes, ഏത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് മോനെ നമ്മൾ വാട്ടർ ക്വാളിറ്റി അസസ്മെന്റ് യൂസ് ചെയ്യുന്നത്? ഇതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാ അസെറ്റേറ്റ്. ഓക്കെ ഓക്കെ. അമാന, യെസ് മോനെ, ബയോളജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ പർപ്പസ് യൂസ് ചെയ്യുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് ഏതൊക്കെയാടാ? ബയോളജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ പർപ്പസ് യൂസ് ചെയ്യുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് ഏതൊക്കെയായിരുന്നടാ? എനി ഐഡിയ?
ഡബിൾ സോൾട്ടിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അമ്മാന ഡബിൾ സോൾട്ടിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റൂടാ? കേൾക്കുന്നില്ല മോനെ പറയുന്നത്. ഓക്കെ ഓക്കെ, വേഗം പഠിക്കട്ടെ, അടുത്ത കൊടുക്കും. ആദിത്യ ഡബിൾ സോൾട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞടാ. ഏതാ? മോർ സാൾട്ട്. ഓക്കെ ഓക്കെ, യെസ്. മാളവിക ഡബിൾ സോൾട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞടാ. ഡബിൾ സോൾട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. മോർ സോൾട്ട്. വേറെ ഏതാ? അല്ല, ഓക്കെ കുഴപ്പമില്ലടാ. അടുത്ത് ഫർഹാന. മോനെ കാരലൈറ്റ് ടൈപ്പ് ഓഫ് സോൾട്ട് ആടാ. കാരലൈറ്റ് ടൈപ്പ് ഓഫ് സോൾട്ട് ആണ്. അറിയില്ല. അടുത്ത ക്ലോസ് മെരിറ്റ. മെരിറ്റ യെസ്, കാരലൈറ്റ് ടൈപ്പ് ഓഫ് സോൾട്ട് ആണ് മോനെ. അറിയത്തില്ലെന്നോ? എടാ മെരിറ്റ സ്കൂളിൽ പഠിക്കുന്നേ? എവിടെ സ്ഥലം? എവിടെ? കോട്ടയം. ഇൻഷാ. എടാ കാരലൈറ്റ് ടൈപ്പ് ഓഫ് സോൾട്ട് ആടാ. ഡബിൾ സോൾട്ട്. ഓക്കെ യെസ്. നേഹ. യെസ് മോനെ പറഞ്ഞോടാ. നമ്മുടെ വാട്ടർ ക്വാളിറ്റി അസസ്മെന്റ് യൂസ് ചെയ്യുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഏതാ? EDTA. യെസ്. ജെനിഫറെ, EDTA അല്ലാതെ നമ്മൾ ബയോളജിക്കൽ പർപ്പസ് യൂസ് ചെയ്യുന്ന, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് യൂസ് ചെയ്യുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഏതാ? അല്ല, കോർഡിനേഷൻ കോമ്പൗണ്ട് ചോദിച്ചത്. കോർഡിനേഷൻ കോമ്പൗണ്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ല, കോർഡിനേഷൻ കോമ്പൗണ്ട് ഏതാ? അറിയില്ല. അടുത്ത ആൾ. ഓക്കെ ഓക്കെ, അടുത്ത ദേവിക. യെസ് മോനെ പറഞ്ഞോടാ. EDTA അല്ലാതെ നമ്മൾ എന്താ പറയാ, ബയോളജിക്കൽ ആൻഡ് ട്രീറ്റ്മെന്റ് പർപ്പസ് യൂസ് ചെയ്യുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഏതാ? ഹിമോഗ്ലോബിനോ? അടി, ഹിമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിനകത്തുള്ള കമ്പോണന്റ് ആണ് കേട്ടോ. ഹിമോഗ്ലോബിൻ എന്തോ സംതിങ്സ് റിലേറ്റഡ് ടു അത് റിലേഷൻ ഉണ്ട്, എന്തോ അവിടെ എന്തോ ഉണ്ട്. ഏതാ കറക്റ്റ് ആയിട്ട് പറയും? അറിയില്ല. ബുക്കിലേക്ക് നോക്കട്ടെ. സാർ ഇത് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണിത്, പഠിക്കാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് കേട്ടോ. അമ്മന്യ ഏതാ ആൻസർ? ഏതാ? അറിഞ്ഞൂടാ. എന്താ അറിയാത്തത്? എന്താ ആപ്ലിക്കേഷൻ? ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ബയോളജിക്കൽ പർപ്പസ് യൂസ് ചെയ്യുന്ന EDTA അല്ലാതെ യൂസ് ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചിട്ടുള്ളേ. തൊട്ടടുത്ത് ആരുള്ളത്? അമ്മയുണ്ടോ? അമ്മനെ കൊണ്ട് കൊട്ടേഷൻ വേണോ? കൊട്ടേഷൻ കൊടുപ്പിക്കണോ? വേണോ? വേണ്ട. ഓക്കെ സാർ. സിയാന. യെസ്. ഏതാ മോനെ ആൻസർ? കുറെ നേരം നോക്കണം അല്ലെ, കിട്ടണില്ല അല്ലെ? എനിക്ക് തോന്നിയത് ബുക്ക് ഉണ്ട്, അരിച്ചു പെറുക്കുണ്ട്, പക്ഷെ കിട്ടണില്ല. ഓക്കെ. യെസ്. ഗ്ലയോക്സിൻ കേട്ടിട്ടുണ്ടോടാ? അവിടെ ഉണ്ടല്ലോ ഒരെണ്ണം അല്ലേ? യെസ്. അവിടെ ഉണ്ട്, ബുക്കിലുണ്ട് കേട്ടോ. ഓക്കെ യെസ്.
ബുക്കിലുണ്ട് കേട്ടോ. ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എൻസിആർ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. ഓക്കെ, യെസ്, മതിയല്ലേ സാർ? യെസ്. അപ്പൊ മക്കളെ, അപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് കാണാം കേട്ടോ. വേഗം ബ്രേക്ക് എടുത്തോളൂ. ബ്രേക്കിന് എന്ത് ചെയ്തോളാം സാർ എന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോളൂ കേട്ടോ.